അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ രഹസ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ യൂസഫ് അലി സാർ എങ്ങനെയാണ് ലുലു എന്ന വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ചത്, എന്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ടെക്നിക്ക് എന്നറിയാൻ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടാവും. അത് ഇതുവരെ ആരും അധികം പറഞ്ഞു കേട്ടില്ല. എനിക്കുണ്ടായൊരു ചെറിയ അനുഭവം പറയാം. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. എങ്ങനെയാണ് അബുദാബിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന് യൂസഫ് അലി സാറ് അദ്ദേഹത്തിന്റെ ഫിംഗർ ടിപ്പിൽ വിവരങ്ങൾ കിട്ടുന്ന മട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ IT സെൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നിവിടെ വെച്ച് നമുക്ക് അധികം സംസാരിക്കാൻ നേരമില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് ഇപ്പൊ ഷാർജയിലേക്ക് ഞാൻ പോകുന്നുണ്ട്, നമുക്ക് വിമാനത്തിൽ ഒന്നിച്ചിരിക്കാം, ഒന്നിച്ചൊക്കെ യാത്ര ചെയ്യാം. ഈ വിമാനത്തിലേക്ക് കയറി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റിൽ കയറി ഞങ്ങള് യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഏത് യാത്രയ്ക്ക് മുമ്പ് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്. അദ്ദേഹം പരമകാരുണികരുമായി സംസാരിച്ച് പ്രാർത്ഥിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തു. അധികം താമസിയാതെ കുറെ നേരം ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിച്ചു. ഞാനതൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അല്പം ഭക്ഷണം കഴിക്കാം. ഭക്ഷണം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ചെല്ലുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ, ഞാൻ ഈ ദുബായിൽ ചെല്ലുമ്പോ നദുമാർന്നറിയാം, ഈ കേരളത്തിന്റെ നാടൻ ചായ, നാടൻ പഴംപൊരി, നാടൻ പരിപ്പോടെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് പോയി ഭക്ഷണം കഴിക്കും. ഈ വിമാനത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹം കഴിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒന്നാം തരം പഴംപൊരി, വട, കൊഴുക്കട്ട, ഇലയട. വിശ്വസിക്കില്ല. സന്തോഷ് ജോർജ് കുളക്കര എന്ന് പറയുന്നത് നമുക്കറിയാം, MA യൂസഫ് അലിയുടെ സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ വലിപ്പവും മഹത്വവും ഒക്കെ വെച്ച് ഞാനൊരു സാധാരണ മാധ്യമപ്രവർത്തകൻ മാത്രം. പക്ഷേ ഈ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യന് എന്താണ് കഴിക്കാൻ താല്പര്യമെന്നറിഞ്ഞ് ആ വിമാനത്തിൽ ആ ഭക്ഷണം ഒരുക്കി വെക്കാൻ, ആ കരുതലോടെ പരിചരിക്കാൻ, ആ കരുതലോടെ വിളമ്പിത്തരാൻ അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധ, ഓരോ ചെറിയ കാര്യത്തിലും ഓരോ വ്യക്തിയുടെ കാര്യത്തിലും എന്നെ പോലൊരാള് വളരെ പരിചിതനല്ലാത്ത ഒരു വ്യക്തിയോട് പോലും അദ്ദേഹം കാണിക്കുന്ന ഈ ശ്രദ്ധയും സൂക്ഷ്മതയും അത് രാഷ്ട്രത്തലവന്മാരിലേക്ക് വരെ എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. നമ്മൾ സംരംഭങ്ങളുമായിട്ട് ആരംഭിക്കുമ്പോൾ കോട്ടയംകാര് സംരംഭകരായ പ്രസ്ഥാനങ്ങളുടെ ഉടമകളാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം അദ്ദേഹത്തിന്റെ ഇതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓരോ വ്യക്തിയോടും ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ കാണിക്കുന്ന ആ കരുതൽ, ആ സ്നേഹം, അതൊരിക്കലും മനസ്സിൽ നിന്നും മായാത്ത വലിയൊരു സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മൾ മനസ്സിൽ അവശേഷിക്കും. കോട്ടയത്തുനിന്ന് ആയിരങ്ങൾ നാടുവിട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ കോട്ടയത്തിനും കേരളത്തിനും യുവജനങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു നിർത്താൻ, പിടിച്ചു നിർത്താൻ, പ്രതീക്ഷ നൽകാൻ ഇത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ്, ഷോപ്പിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവേണ്ടതുണ്ട്. തൊഴിൽശാലകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഭാവിക്ക് വേണ്ട പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്താൻ യൂസഫ് അലി സാറിനെ പോലുള്ളവരുടെ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും ഈ പ്രസ്ഥാനം കോട്ടയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്കും വളർത്താനുള്ള ഒരു പ്രചോദനമായി മാറ്റാൻ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.